വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗവും 24 മുതലുള്ളതായ വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യത്തിന്റെ അവസാനവും 24 മുതലുള്ളതായ വാക്യങ്ങൾ. യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. 24-ാമത്തെ വാക്യം. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാവും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. പ്രാർത്ഥിക്കും. കർത്താവേ, ഈ രാത്രി കുരിശിനെ ധ്യാനിക്കുന്ന ഈ ധന്യമായ മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് നിന്നെ കാണുവാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടനീളം നീയാണ് ഞങ്ങളെ നടത്തിയത്. ക്ലേശകരവും കഷ്ടതയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ നടുവിൽ നീ ക്രൂശും വഹിച്ച് ഞങ്ങളുടെ പിന്നാലെയും ഞങ്ങളുടെ മുൻപടയായും പിൻപടയായും വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന നല്ല കർത്താവാകുകയാണ്. സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവെ, ഞങ്ങൾക്ക് താല്പര്യത്തോടെ ഞങ്ങൾ നിന്നെ കാണുവാനായിട്ട് വാഞ്ചിച്ച് ഞങ്ങൾ വന്നിരിക്കുക. നീ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുമായി സംവദിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. കൃപ അടിയൻ്റെ കൂടെ ഇരുന്ന് അവിടുന്ന് സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ശമാശന്മാര്, പ്രിയപ്പെട്ട കർത്താവിൻ്റെ വേലക്കാര്, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ധന്യനായ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. ചില ദിവസങ്ങളൊന്നും ഞാൻ സ്ഥലത്ത് ഇല്ലാതിരുന്നത് കൊണ്ട് ഈ ഭാഗം ആരെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഈ രാത്രിയിൽ നാം വായിച്ച ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 20 മുതലുള്ളതായ വാക്യത്തിൽ പെരുന്നാളിന് നമസ്കരിക്കാൻ വന്നവരിൽ ചിലർ യവനന്മാരുണ്ടായിരുന്നു. ഇവര് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായിട്ടുള്ള ഫിലിപ്പോസിന്റെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. ഫിലിപ്പോസ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായിട്ടുള്ള സ്ഥലത്തും ഫിലിപ്പോസ് നിർണായകമായ ഒരു ദൂത കർത്താവിനോട് പറയുന്നതായി സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പോസിനെ പേരെടുത്ത്, കർത്താവെ, നിന്റെ വഴി ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ, നീ ഇത്ര നാളും എന്നോടുകൂടെ ഇരുന്നിട്ടും നിനക്ക് എന്നെ അറിയില്ലയോ ഫിലിപ്പോസേ എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും വേദപുസ്തകത്തിൽ നാം കാണാം. അങ്ങനെ ഇവിടെ ഈ യൗവനന്മാരായ ചില ആളുകൾ വന്ന് ക്രിസ്തുവിനെ കാണാൻ താല്പര്യപ്പെടുന്നതായിട്ടുള്ള കാര്യം
അതും വലിയ ആളും തിക്കും തിരക്കുമുള്ള പെരുന്നാൾ ദിവസങ്ങളിൽ യേശുവിനെ കാണുവാൻ താല്പര്യപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ അടുത്ത് യേശു പറഞ്ഞതായിട്ടുള്ള ചില വാക്യങ്ങളാണ് 24 മുതലുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന് പറയുന്നതായിട്ടുള്ള സംഭവം. ഒരു ക്രിസ്തീയ വിശ്വാസത്തെ, ക്രിസ്തീയ ജീവിതത്തെ, ഒരു വിശ്വാസ ജീവിതത്തെ ഗോതമ്പും അതിനുശേഷമുള്ളതായിട്ടുള്ള വിളവുകളെ പറ്റിയും ഉപമിക്കുന്നതായിട്ടുള്ള കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഉപമ. കർത്താവ് ഈ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ ചിലയിടത്ത് അതിനുശേഷം അവനൊരു ഉപമ അവരോട് പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് പല ഉപമകൾ പറയുന്നുണ്ട്. ഒത്തിരി ഉപമകൾ, കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉപമകളായി. എന്നാൽ സാന്ദർഭികവശാൽ കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഒത്തിരി ഉപമകളുണ്ട്. ഉപമ എന്ന മുകളിൽ എഴുതാത്ത, അല്ലെങ്കിൽ അതിന് പ്രത്യേകം തരംതിരിക്കാത്ത, ഹെഡിങ്ങിൽ ഉപമ എന്നുള്ളതായ പേരില്ലാത്ത ചില ശക്തമായ കേൾവിക്കാരെ, വായനക്കാരെ ശക്തമായ രീതിയിൽ പ്രതികരിപ്പിക്കുന്നതായിട്ടുള്ള ചില ഉപമകൾ. അതിനകത്തെ ഒന്നാണ് ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ വളരെ ഫലം കഴിക്കും, ചാകുന്നില്ലെങ്കിൽ അത് തനിയെ എനിക്ക് ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന് പറയുന്നതായിട്ടുള്ളതാണ്. ക്രിസ്തു നമുക്ക് വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള സംഗതി എപ്പോഴും ആളുകൾക്ക് മുകളിൽ ചെന്നുള്ളതായ കാര്യമാണ്. ആളുകളുടെ മനസ്സിലൊക്കെ നിത്യതയിൽ കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്തതായിട്ടുള്ള ഒരു സംഗതിയെ പറ്റിയാണ് എപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നത്, നമ്മൾ വിഭാവനം ചെയ്യുന്നതുമായിട്ടുള്ള സംഗതി. പക്ഷെ ക്രിസ്തു എപ്പോഴും ഉദ്ദേശിക്കുന്നതും ക്രിസ്തു എപ്പോഴും പറയുന്നതുമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ നമ്മുടെ ശുശ്രൂഷാകാലത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കഷ്ടതയാകുന്ന, ശോധനയാകുന്ന, ഭയങ്കരമായിട്ടുള്ള കഠിന ശോധനയിൽ കൂടെ നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ് കർത്താവ് എപ്പോഴും പറയുന്നതായിട്ടുള്ള സംഗതി. അതുകൊണ്ടാണ് പലപ്പോഴും നാം പ്രസംഗിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, പലരും പ്രസംഗിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പറയുന്നത്, ദുഃഖ വെള്ളിയാഴ്ച ഇല്ലെങ്കിൽ ഒരു ഉയർപ്പ് ഞായറാഴ്ച ഇല്ല എന്ന് പറയുന്നത്. കഷ്ടതയില്ലെങ്കിൽ അതിനുശേഷമുള്ളതായ നിത്യതയോ, അതിനുശേഷമുള്ളതായ ആശ്വാസ ദിനങ്ങളോ നിത്യതയോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് നാം ഓർത്തുകൊള്ളേണ്ടതായിട്ടുള്ളതായ സംഗതിയാണ്. ഈ രാത്രിയിൽ നമ്മുടെ കർത്താവിനെ, അവൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്നതായിട്ടുള്ള അവസരത്തിലും നമ്മൾ ആ ക്രൂശിനോട് ചേർന്ന്, അല്ലെങ്കിൽ ക്രൂശിൻ്റെ കക്ഷിയായി തീരുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഒരിക്കൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞതായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ക്രിസ്ത്യാനികൾക്ക് എപ്പോഴും അത് അവരുടെ പള്ളിയുടെ മദ്ബഹായിലാണ് കുരിശ്, അവരുടെ ജീവിതത്തിൽ കുരിശില്ല. നമുക്ക് പിന്നെ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നവുമില്ല, അല്ലെ? നമ്മുടെ മതമായാലും ഇല്ല കുരിശ്, നമ്മുടെ ജീവിതത്തിലും ഇല്ല കുരിശ്. ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണ് നമ്മൾ കുരിശ് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് കുരിശ് പോയിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് കുരിശ് പോയിരിക്കുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകുന്തോറും ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ അതായത് ക്രിസ്തു കഷ്ടം അനുഭവിച്ചതായിട്ടുള്ള ദിനങ്ങളും പൗലോസ് ഈ പറയുന്നതായിട്ടുള്ള ദിനങ്ങളും തമ്മിൽ വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. പക്ഷേ എന്താണ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുകാരാകുക, അല്ലെങ്കിൽ ഒരു കോടതി ഭാഷയിൽ പറഞ്ഞാൽ അതിനോട് കക്ഷി ചെയ്യുക. ഇംഗ്ലീഷിൽ അതിനെ ഇംപ്ലീഡ് ചെയ്യുക എന്ന് പറയും. ഇംപ്ലീഡിങ്, കക്ഷി ചേരുന്നതായിട്ടുള്ള അവസ്ഥ. കർത്താവിൻ്റെ കുരിശിൻ്റെ കഷ്ടതയുടെ, കുരിശിന് പങ്കാളികളും ആയിത്തീരുക എന്നുള്ളത്. അതുകൊണ്ട് ക്രിസ്തു പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിലത്ത് വീഴണം, ചാകണം, ചത്ത് ഈ ശുശ്രൂഷ ചെയ്യണം, എങ്കിൽ മാത്രമേ അതിന് വിളവുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും. നമുക്കിപ്പോൾ ഈ കടകളിലൊക്കെ ഗോതമ്പ് മേടിക്കാൻ പോയാൽ നമ്മൾ ഉപയോഗിക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ പൊടിപ്പിച്ച് അപ്പമൊക്കെ ഉണ്ടാക്കുവാൻ എടുക്കുന്നതായിട്ടുള്ള ഗോതമ്പും അല്ലാതെ ഈ കോഴിക്കും താറാവിനും ഒക്കെ കൊടുക്കുന്നതായിട്ടുള്ള ഗോതമ്പിനും വ്യത്യാസമാണ്, അല്ലേ? അത് വളരെ അതിനകത്ത് നിന്ന് മറ്റ്
മാലിന്യങ്ങളൊക്കെ മാറ്റി, കല്ലോ അതുപോലെയുള്ളതായ പതിരോ ഒക്കെ മാറ്റി നല്ല വൃത്തിയുള്ളത്, നല്ല സുന്ദരന്മാരായിട്ടുള്ള ഗോതമ്പ് മണികളാണ് നമ്മൾ പൊടിപ്പിക്കാനായിട്ട്. ആ ഗോതമ്പ് അത് അങ്ങനെ ഇരുന്നാൽ കർത്താവ് പറയും എത്ര വ്യക്തമാണ്. അതിനകത്ത് വേറെ ഒരു 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 വിവരണത്തിൻ്റെയോ വേറെ എന്തെങ്കിലും തിയോളജി പറഞ്ഞോ വേറെ എന്തെങ്കിലും വേറെ അതിനോട് ചേർന്നുള്ള ഉപമകൾ പറയുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വളരെ വ്യക്തമാണ്. ഏതൊരു കുഞ്ഞു വായിച്ചാൽ പോലും മനസ്സിലാകുന്നതായിട്ടുള്ള ഭാഷയിലാണ് കർത്താവ് പറയുന്നത്. അത് നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. എന്നിട്ട് തൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയും, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. നമ്മുടെ ജീവിതവും നമ്മുടെ സേവനവും നമ്മുടെ ശുശ്രൂഷയും ഒക്കെ ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുകയോ ചാകാതിരിക്കുകയോ ചെയ്യുന്ന ഈ 2 കാര്യങ്ങളിൽ പെട്ടിരിക്കുക. ക്രിസ്തീയ സഭ മുഴുവനും ഇങ്ങനെ സുന്ദരന്മാരായി തനിയെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഗോതമ്പ് മണികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ക്രിസ്തീയ ശുശ്രൂഷയും ക്രിസ്തീയ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഷപ്പ് തൊട്ടങ്ങ് താഴോട്ടുള്ള എല്ലാ ശുശ്രൂഷകളും, എന്നെ കൂടെ കക്ഷി ചേർത്താൻ പറയുന്നത്, നമ്മുടെ എല്ലാ ശുശ്രൂഷകളും നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? ഈ സുന്ദരന്മാരായിട്ട് ഗോതമ്പ് കണ്ടാൽ അറിയാമല്ലോ, നല്ല സൗന്ദര്യമാണ്. അതൊരു ഓഫ് വൈറ്റ്, അത് കാണാൻ ഭംഗി, അത് കണ്ടാൽ നമ്മളൊക്കെ അത് വായിലിട്ട് കുറിക്കുന്ന അല്ലേ സംഗതിയാണ് ഈ ഗോതമ്പ് എന്ന് പറയുന്നത്. അത് നല്ല സൗന്ദര്യമുള്ളതാണ്, കണ്ടാൽ സൗന്ദര്യമുള്ളത്. പക്ഷെ അങ്ങനെ തന്നെ ഇരുന്നാൽ ക്രിസ്തു പറയുകയാണ്, അങ്ങനെ തന്നെ ഇരിക്കാമെങ്കിൽ നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ, അത് നിലത്ത് മണ്ണിനോട് ചേരുന്നില്ലെങ്കിൽ അത് തനിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫലവും ക്രിസ്തീയ സഭയ്ക്കോ നമ്മുടെ ഇടവകയ്ക്കോ നമ്മൾ സേവനം ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്കോ വിശ്വാസ സമൂഹത്തിനോ കുടുംബങ്ങൾക്കോ നമുക്ക് തന്നെയോ ഒരു പ്രയോജനം ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയല്ല ഗോതമ്പ് മണി എന്നുള്ളത് കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതം എപ്പോഴും ഞാൻ മുമ്പേ ആദ്യം ഓർപ്പിച്ചതുപോലെ സുന്ദരന്മാരായിരിക്കുവാനാണ് നാം എപ്പോഴും താല്പര്യപ്പെടുന്നത്. നമ്മുടെ കയ്യിൽ മണ്ണ് പറ്റരുത്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു ഭംഗം ഉണ്ടാകരുത്, നമുക്ക് ഇച്ചിരി ദൂരം നടക്കുവാനായിട്ട് സാധ്യമല്ല, നമുക്ക് എപ്പോഴും സുഖലോലുപതയുടെ ഒരു സ്ഥലത്തും സുഖലോലുപതയുടേതായിട്ടുള്ള ഒരു ശുശ്രൂഷയിൽ ഒതുങ്ങിക്കൂടുവാനായിട്ട് എപ്പോഴും നമ്മൾ താല്പര്യപ്പെടുന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ പത്രോസ് 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നതും സന്തോഷിച്ചുകൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനായിട്ടിടയാണ്. അതാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് കൊണ്ടുള്ളതായ പ്രയോജനം പൗലോസ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. പത്രോസ് പറയുന്നത്. വേറൊരിടത്ത് പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് പ്രശംസിപ്പാനായിട്ട് വേറെ ഇന്നും ഇവിടെ വരിക, യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിച്ചു. പൗലോസിന്റെ ശരീരത്തെ പാടുകളിലേക്കാൾ കൂടുതൽ, അടികൊണ്ടതായ പാടുകളേക്കാൾ കൂടുതൽ പൗലോസിന്റെ ജീവിതത്തിൽ മുഴുവൻ പാടുകളാണ്. പാടുകളില്ലാത്ത ക്രിസ്തീയ ജീവിതം അത് ക്രിസ്തീയ ജീവിതമല്ല. പാടുകളില്ലാത്ത ക്രിസ്തീയ ശുശ്രൂഷ ക്രിസ്തീയ ശുശ്രൂഷയല്ല. ക്രിസ്തുവിന് വേണ്ടി അപമാനവും ക്രിസ്തുവിന് വേണ്ടി ത്യാഗവും ക്രിസ്തുവിന് വേണ്ടി ഇല്ലായ്മയുമായി തീരുക എന്നുള്ളതാണ് ഈ ക്രിസ്തീയ ശുശ്രൂഷ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള സംഗതി. വ്യക്തമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടായിരിക്കും. ക്രിസ്തുവിന്റെ പ്രാർത്ഥന ഗത്സമനയിൽ ഇതിനോടകം ചിലപ്പോൾ അത് ഇവിടെ പ്രസംഗിച്ചു കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇനിയും ഉള്ളതായ ദിവസങ്ങളിൽ നാം പ്രസംഗിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ് ക്രിസ്തുവിന്റെ പ്രാർത്ഥന എന്നുള്ളത്. ഗത്സമനയിലെ പ്രാർത്ഥനയിൽ ഒത്തിരി കാര്യങ്ങൾ ക്രിസ്തു പറഞ്ഞു കാണുമായിരിക്കും. എത്രയോ നേരമായിരുന്നു, നാഴികകൾ, മണിക്കൂറുകൾ ഒരു പക്ഷെങ്കിൽ ക്രിസ്തു പ്രാർത്ഥിച്ചു കാണുമായിരിക്കും. പക്ഷെ ആ പ്രാർത്ഥനയുടെ പ്രസക്ത ഭാഗം എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, കർത്താവ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? എങ്കിലും കർത്താവെ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നടക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന എന്താണ്? കർത്താവെ, നിന്റെ ഹിതമല്ല എൻ്റെ ഹിതം നടക്കട്ടെ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ ജീവിതത്തിലും കാണുന്നത് അങ്ങനെയാണ്. നിന്റെ ഹിതമല്ല എൻ്റെ ഹിതം നടക്കണേ എന്നുള്ളത്. എന്നാൽ ക്രിസ്തുവിന്റെ പ്രാർത്ഥന തിരിച്ചാണ്. മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ ഹിതം. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മളൊരു കാര്യം എടുത്തിട്ട് നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്താണ് തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ
ഞാനും തീരുമാനിക്കാം. അല്ലെ നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, നിന്റെ ആനന്ദമാണ് എൻ്റെ ആനന്ദം, നിന്റെ തീരുമാനമാണ് എൻ്റെ തീരുമാനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെ ഉള്ളതായ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉള്ളതായ തീരുമാനങ്ങളും നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉള്ളതായ കുടുംബ ജീവിതവും ഒക്കെ അതിൻ്റെ ലാളിത്യവും അതിൻ്റെ സന്തോഷവും അതിൻ്റെ ആനന്ദവും എന്നൊക്കെ പറയുന്നത് അന്യോന്യം സ്നേഹിക്കുന്നതും കരുതുന്നതുമാണ്. അല്ല ഭർത്താവ് പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്നതാണ് ഏറ്റവും ശരി, അല്ല ചില ഭവനങ്ങളിൽ ഭാര്യമാർ പറയും ഞാൻ പറയുന്നതാണ് ശരി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു കാരണവശാലും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലും ക്രിസ്തീയ ശുശ്രൂഷയിലും ക്രിസ്തീയ സേവനത്തിലും പട്ടത്ത ശുശ്രൂഷയായാലും അല്ലാതെ നമ്മുടെ കർത്താവിൻ്റെ വേലയിലായാലും അല്ല കുടുംബങ്ങളിലായാലും ഒക്കെ നമുക്ക് ചെയ്ത് തീർക്കുവാനായിട്ട് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാനായിട്ടുള്ളത് നമുക്ക് ചത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഗോതമ്പ് മണി ചെയ്യുന്നത് പോലെ അത് നിലത്ത് വീഴുമ്പോൾ ഏതാനും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് മണ്ണിനോട് ചേരും. പക്ഷെ മണ്ണിനോട് ചേരുന്നതായിട്ടുള്ള അവസരത്തിൽ ആ ഗോതമ്പിനൊരു സന്തോഷമുണ്ട്. ഞാൻ മണ്ണിനോട് ചേരുമ്പോൾ അവിടുന്ന് ഒരു ജീവൻ അവിടുന്ന് ഉദ്ധരിക്കുകയാണ്, ഒരു ജീവൻ മേളിലോട്ട് വരികയാണ്. ഈ ക്രിസ്തു പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന പോലെയാണ് ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അതിൻ്റെതായിട്ടുള്ള ഹിതമല്ല അത് അനുഷ്ഠിക്കുന്നത്. ഈ വേറെ ഒരു ജീവൻ ഉണ്ടാകുവാനായിട്ട്, വേറെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട്. അതുകൊണ്ടാണ് ക്രിസ്തു അപ്പോസ്തല സുവിശേഷം നാം വായിക്കുന്നുണ്ട് 10-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും എത്രയാണ് ക്രിസ്തുവിന്റെ ജീവിതം കൊണ്ട്, ക്രിസ്തു കുരിശു വഹിച്ചതുകൊണ്ട്, ക്രിസ്തു കഷ്ടത അനുഭവിച്ചതുകൊണ്ട്, ചൂടടയാളം ഈ ക്രിസ്തു ശരീരം മുഴുവൻ ആണിപ്പഴുതൊക്കെ ഏറ്റത് കൊണ്ട് അതിൻ്റെ എന്തായിരുന്നു അതിൻ്റെ അനന്തര ഫലം അനേകർക്ക് സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകുവാൻ അതുകൊണ്ട് സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളെ കുറച്ചാൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആനന്ദമായിരിക്കും. നമ്മുടെ സൗകര്യങ്ങൾ ഇച്ചിരി കുറയ്ക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമായിരിക്കും. അവർക്കൂടെ സന്തോഷിക്കുവാൻ, അവർക്കൂടെ ആനന്ദകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് ഇടയായി തീരും. പക്ഷെ നമ്മുടെ എപ്പോഴും നിറഞ്ഞു നിൽക്കണം, നമുക്കെപ്പോഴും ഉന്നതി വേണം, നമുക്ക് തൃപ്തിയായിട്ട് മറ്റുള്ളവർക്ക് ആകണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കത്തില്ല. അതാണ് ക്രിസ്തു പറയുന്നു, നിലത്ത് വീഴണം, ചാകണം, തനിയെ ഇരിക്കരുത്. തനിയെ ഇരിക്കുന്നതായിട്ടുള്ള ജീവിതങ്ങളും ശുശ്രൂഷകളും കേവലം അങ്ങനെ തന്നെ ഇരിക്കും, ഒരിക്കലും പ്രയോജനകരമായി തീരത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുകയാണ്. പ്രസിഡന്റ് രാധാകൃഷ്ണൻ പറഞ്ഞതായിട്ടുള്ള വാക്ക്, നമ്മുടെ മതബഹാളിലല്ല കുരിശുണ്ടായിരിക്കേണ്ടത്, നമ്മുടെ കഴുത്തിൽ മാത്രമല്ല കുരിശുണ്ടായിരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ കുരിശുണ്ടായിരിക്കുക, നമ്മുടെ ശുശ്രൂഷയിൽ കുരിശുണ്ടായിരിക്കുക, നമ്മുടെ സേവനത്തിൽ കുരിശുണ്ടായിരിക്കുക. കഷ്ടപ്പെടുക, അധ്വാനിക്കുക. നമ്മുടെ കയ്യിലൊക്കെ ചെളി വരളട്ടെ. ചെളി മീൻസ് മാലിന്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നത് വഴി, കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് വഴി നമുക്ക് ഒരു പടി കൂടെ മുന്നോട്ട് ഈ പ്രാവശ്യത്തെ ഈ കുരിശിനെ ധ്യാനിക്കുന്നത് വഴി ചാകുവാനും വീഴുവാനും ഇല്ലായ്മയാക്കുവാനും വെറുമയാക്കുവാനും നമ്മെ തന്നെ ഇല്ലായ്മയാക്കി ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ സ്വർഗ്ഗത്തിൽ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി നാം വായിക്കുന്നത് തൻ്റെ 25-ാമത്തെ വാക്യം, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അവനെ കളയും. തൻ്റെ ജീവനെ സ്നേഹിക്കുക. നമ്മളൊക്കെ നമ്മുടെ ജീവിതങ്ങളെ സ്നേഹിക്കുന്നവരാണ്, സ്നേഹിക്കണം, അങ്ങനെ തന്നെ വേണം. പക്ഷേ കർത്താവിൻ്റെ ഡിക്ഷണറിയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നുണ്ട്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. അതിൻ്റെ താഴെ പറയുന്നു, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിന് നിത്യജീവനായിട്ട് സൂക്ഷിക്കും. ഞാൻ ഈ എൻ്റെ ഈ പ്രസംഗം നമ്മളെന്തായാലും പറയുന്നത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അനേകരുടെ പേരുകൾ എനിക്കറിയാം. അവരുടെ ജീവനെ ഇല്ലായ്മ ചെയ്യും. നമ്മുടെ സഭയിൽ തന്നെ, വേറെ എങ്ങും പോകണ്ട. നമ്മൾ കൽക്കട്ടായി മദർ തെരേസയുടെ അടുത്തും പോകണ്ട, മറ്റ് ഒറീസയിലെ ആ ഫാദറിൻ്റെ അടുത്തും പോകണ്ട. ഒത്തിരി ജീവിതങ്ങളെ എനിക്കറിയാം. അനേകരുടെ ജീവിതങ്ങളെ അവർ സ്നേഹിക്കാഞ്ഞതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷയിൽ ഇന്നിവിടെ ആയിരിക്കുന്നത് അനേകരുടെ ജീവനെ അവർ കളഞ്ഞ് അവരെ ഇല്ലായ്മയാക്കി അവർ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തതുകൊണ്ടാണ്. അനേകരുടെ പേരുകൾ എനിക്കറിയാം. എൻ്റെ ഇടവകയിൽ ഞാൻ
ജനിച്ചു വളർന്നതായിട്ടുള്ള അയ്യൂരിടവുകയും എനിക്കറിയാം അവിടെ വന്ന് താമസിച്ച് പ്രവർത്തിച്ചതായിട്ട് അനേക സുവിശേഷ വേലക്കാരെ. ഇന്നെന്താണ് നമ്മുടെ സുവിശേഷ വേല? ഇന്ന് ബിഷപ്പിനോടും അച്ഛന്മാരോടും എന്തുകൊണ്ടാണ് സഭ വളരാത്തതെന്ന് ചോദിക്കുന്ന ഒത്തിരി ആളുകൾ, ശുശ്രൂഷക്കാരുണ്ട്, പട്ടക്കാരുണ്ട്, ജനങ്ങളുമുണ്ട് നമ്മുടെ സഭയിൽ. എന്താണ് ശുശ്രൂഷ വളരാത്തത്? എന്താണ് പണ്ടത്തെ പോലെ ആളുകൾ രക്ഷിക്കപ്പെടാത്തത്? കർത്താവ് ഇപ്പോഴത്തെ ഈ പരസ്യയോഗത്തെ എതിർത്തിട്ടുണ്ടോ? കർത്താവ് ഇപ്പോഴത്തെ ഹോസ്പിറ്റാലിറ്റിനെ എതിർത്തിട്ടുണ്ടോ? കർത്താവ് ഇപ്പോഴത്തെ പണ്ടത്തെ സേവനത്തിനകത്തുനിന്ന് സേവനത്തിന്റെ രീതിയും അല്ലെ ശുശ്രൂഷയുടെ രീതിയും ഒക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. നമുക്ക് എവിടെയാണ് പാളിച്ചകൾ വന്നിട്ടുള്ളത്? 25-ാമത്തെ വാക്യത്തിലാണ്. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നതിനേക്കാൾ എൻ്റെ ജീവനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞാൻ നിലത്ത് വീണ് ചാകുവാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് സഭ വളരുന്നില്ല, ശുശ്രൂഷകൾ വളരുന്നില്ല, ആളുകൾ രക്ഷിക്കപ്പെടുന്നില്ല, ആളുകളോട് സുവിശേഷം അറിയിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ മിഷൻ ഫീൽഡുകളും നമ്മുടെയൊക്കെ ഇടവക ശുശ്രൂഷകളും ഒക്കെ എവിടെ നമ്മൾ തന്നെ അതിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 2 മുതൽ 4 വരെ, അല്ലെങ്കിൽ 1:30 മുതൽ 2:30 വരെ, അല്ലെങ്കിൽ വൈകിട്ടത്തെ പ്രാർത്ഥന 8 മുതൽ 9 വരെ, 7 മുതൽ 8 വരെ. നമ്മൾ തന്നെ അതിന് ചില അതിർവരമ്പുകളൊക്കെ നിശ്ചയിച്ചിട്ട് അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത് തന്നെ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എന്നെ കൂടെ ഞാൻ അതിനകത്ത് കക്ഷി ചേർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എവിടെയാണ് നമുക്ക് പാഴ്ച പറ്റിയത്? കർത്താവ് പറഞ്ഞ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, നിലത്ത് വീണ ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. അതുകൊണ്ടാണ് ഇന്നും ഇത് തനിയെ ഇരിക്കുന്നത്. എന്നാൽ നിലത്ത് വീണ് ചാകുന്നെങ്കിൽ, മണ്ണിനോട് ചേരുന്നെങ്കിൽ, സമൃദ്ധിയായി മറ്റുള്ളവർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു ഗോതമ്പ് മണിയായി, അനേക ഗോതമ്പ് മണികളായിട്ട് തീരുവാനായിട്ട് അതിന് സാധിക്കും എന്നുള്ളത് നാം ഓർത്തുകൊള്ളണം. അതിന് താഴെ കർത്താവ് പറയുന്ന തൻ്റെ ജീവനെ സ്നേഹിക്കുന്നതിന് അതിനെ കളയുമെന്ന് പറഞ്ഞിട്ട് 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇരിക്കുന്നത് എൻ്റെ ശുശ്രൂഷക്കാരനെ ഇരിക്കും. നമ്മൾ പലപ്പോഴും ഈ മരണത്തിൻ്റെ ഫ്യൂണറൽ മെസ്സേജുകളൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മൾ പറയും, നല്ല ഓർക്കൊരു ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു, അല്ലേ? 5 പൈസയുടെ ജോലി ചെയ്യാത്തതിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞേ പറ്റൂ, ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞേ പറ്റൂ. എന്നിട്ട് വീട്ടുകാർ എഴുതി വെക്കും ആ മാർബിൾ ഫലകത്തിൽ, നല്ല ഓർക്കൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. എവിടെ ഓടിയ കാര്യമാണ്? ആരോടിയ കാര്യമായി എഴുതുന്നത്? പൗലോസ് അപ്പോസ്തലൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓടി അധ്വാനിച്ച് അവന്റെ ജീവിതം മുഴുവൻ ശുശ്രൂഷ ചെയ്ത്, അവന്റെ ജീവിതം മുഴുവൻ പാടുകൾ, അവന്റെ മനസ്സ് മുഴുവൻ പാടുകൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ച് കഷ്ടം അനുഭവിച്ചതായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ അന്ത്യത്തിൽ താൻ പറഞ്ഞതാണ്, ഞാൻ ഒത്തിരി ഓടി, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷ വേലയുടെ അഭിവൃദ്ധിക്കായി കൊണ്ടത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ പങ്കുള്ളവരാകും ഞാൻ സന്തോഷിക്കും, ഇനിയും സന്തോഷിക്കും, പിന്നെയും പിന്നെയും നിങ്ങൾ സന്തോഷിപ്പില്ലെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ഫിലിപ്പിയരെ ഓർപ്പിക്കുന്ന ഒരു വാക്യമാണ് നാം ഇന്നും കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മളെങ്ങും ഓടുന്നില്ല, നമ്മളൊന്നും അധ്വാനിക്കുന്നില്ല, നമ്മൾ വിശ്വാസം കാക്കുന്നില്ല. എങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ഫലകത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇവരൊക്കെ എഴുതി വെക്കും, വിശ്വാസം കാത്തു ഓട്ടം തികച്ചു. എവിടെ ഓടിയ കാര്യമാണ് നമുക്ക് ആർക്കും അറിയില്ല, അല്ലേ? ഈ പഞ്ചായത്തിൻ്റെയും അതുപോലെ സ്കൂളിൻ്റെയും ഒക്കെ അത്ലറ്റ്സ്, ആ ഓട്ടക്കാരെ പറ്റി ആണെങ്കിൽ പിന്നെയും വേണ്ടിയല്ല, യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ നമ്മുടെ ഫലകങ്ങളിലും എഴുതി വെക്കുന്നു, എന്ത്? നല്ല ഓർക്കൊരു ഓട്ടം തികച്ചു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ താഴെ കർത്താവ് പറയുന്നു, ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനെ. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്യം, ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരിരിക്കുക. അത് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അല്ലേ? നമ്മളോ നല്ലതായിട്ട് ഓടിയാൽ, കർത്താവിന് വേണ്ടി അധ്വാനിച്ചാൽ, ഒരു ഗോതമ്പ് മണിയെ പോലെ നിലത്ത് വീണി ചാകുവാനായിട്ട് നാം പ്രിയപ്പെട്ടാൽ, താല്പര്യപ്പെട്ടാൽ, നമുക്ക് അവസാനം പറയാം, കർത്താവ് നമ്മെ ഇരുത്തുന്ന ഒരു സ്ഥലം, അത് നമ്മുടെ ഇരിപ്പിടമല്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വേറെ ഒരു സഭയുടെ ഒരു 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 പാഴ്സനേജിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയി. അവിടുത്തെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ആ പാഴ്സനേജ് ഉദ്ഘാടനമായതുകൊണ്ട് ഒത്തിരി സീനിയർ അച്ഛന്മാരൊക്കെ അവിടെ വന്നു.
സമയമായി. അന്ന് ഞാൻ അച്ഛനാണ്. ശുശ്രൂഷയുടെ സമയമായതായിട്ട് അവസരത്തിൽ അവിടെ ബിഷപ്പ് കട്ടവുപ്പായൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അവിടെ വേറെ ഒരു കാപ്പയൊക്കെ ആ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പട്ടക്കാരനാണ്, മിക്കവാറും സീനിയർ പട്ടക്കാരനാണ് അതിൽ. പക്ഷേ ബിഷപ്പ് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള പട്ടക്കാരനെ വിളിച്ചു. എന്നിട്ട് ഈ കാപ്പ ഇടാൻ പറഞ്ഞു. കപ്പയിട്ടുന്നതായിട്ടുള്ള ആളാണ് ബിഷപ്പിന്റെ തൊട്ട് ഇടത്തെ സൈഡിൽ നിൽക്കുക. ബിഷപ്പ് ആ ജൂനിയർ പട്ടക്കാരനെ, ഏറ്റവും പ്രായം കുറഞ്ഞതായിട്ടുള്ള പട്ടക്കാരനെ വിളിച്ചിട്ട് അവരിട്ടു. അപ്പൊ ഞാൻ സംശയത്തിന്റെ പേരിൽ, അവിടെ സീനിയർ അച്ഛന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ വികാരി ജനറാളന്മാർ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ഒരു ജൂനിയർ അച്ഛനാണ് ഈ പാഴ്സനേജ് പണിത്. ഏകദേശം 3 വർഷം എടുത്ത് കഷ്ടപ്പെട്ട് ഓടി നടന്ന് അതിനെല്ലാം നേതൃത്വം കൊടുത്ത് ആ പാഴ്സനേജ് പണിതതായിട്ടുള്ള അച്ഛനെയാണ് ബിഷപ്പ് വിളിച്ച് ആ കാര്യം കേൾപ്പിച്ചു. ഞാൻ അന്നേരം ഓർത്തു, എത്ര സീനിയർ അച്ഛന്മാരൊക്കെ അവിടെ കാണും. സുവിശേഷ വേലയിൽ എന്നെക്കാട്ടിലൊക്കെ മുതിർന്നവർ കാണും, എന്നെക്കാട്ടിലും ജൂനിയേഴ്സ് കാണും, എന്നെക്കാട്ടിലും അധ്വാനിച്ചവർ കാണും. ചിലപ്പോൾ ആരും സുവിശേഷ വേലയെ ഗണ്യമാക്കാതെ ഒന്നും ഓർക്കാത്ത പോലും ഉള്ളതായ സുവിശേഷ വേലക്കാരൻ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സഭയിലോ അല്ലെങ്കിൽ വേറെയോ കാണും. നമ്മളെക്കാട്ടിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന, വീട് വിടാത്തവർക്ക് കർത്താവിന്റെ വേല ചെയ്യുന്ന, അനേക ആത്മാക്കളെ ആദായപ്പെടുത്തിയിട്ടുള്ള, ആരും ഗൗനിക്കാത്ത, ആരും ശമ്പളം കൊടുക്കാത്ത, ആരും വേതനം നൽകാത്തതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് സുവിശേഷ വേലക്കാരാണ്. കർത്താവരെയൊക്കെ ആദരിക്കുന്ന ഒരു ദിവസമാണ്. കർത്താവാണ് പറഞ്ഞത്, ഞാനിരിക്കുന്നത് എൻ്റെ ശുശ്രൂഷക്കാരിൽ. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള, എത്ര നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മെ ത്രസിപ്പിക്കുന്ന, നമ്മെ ആനന്ദിപ്പിക്കുന്നതായിട്ടൊരു വാക്ക്. ഇവിടെ ഈ ഭൂമിയിൽ ആരും നമ്മെ ഗണ്യമാക്കിയില്ലെങ്കിലും, ആരും നമുക്ക് വലിയ പട്ടമൊന്നും തന്നില്ലെങ്കിലും, ആരും സുവിശേഷ വേലയുടെ 50 വർഷമായെങ്കിലോ 25 വർഷമായെങ്കിലോ ഫലങ്ങളൊന്നും നമ്മെ ഏൽപ്പിച്ചില്ലെങ്കിലും നമ്മെ ആദരിക്കുന്ന ഒരു കർത്താവ്. അവൻ നമ്മെ വിളിക്കും, അവൻ നമ്മെ ചേർക്കും, അവൻ നമ്മെ അവനോട് കൂടെ ഇരുത്തും. ഞാൻ ഇരിക്കുന്നത് എൻ്റെ ശുശ്രൂഷക്കാരൻ. അത് നമ്മുടെയൊക്കെ ഒരു ആശ്വാസവചനമായിരിക്കട്ടെ. നമുക്ക് വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു നല്ല ഒരു വാക്യമായിരിക്കട്ടെ അത്. കർത്താവ് നമ്മെ ആദരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി ഒരുങ്ങാം. ഗോതമ്പ് നിലത്ത് വീണ് ചാകുവാനായി നമുക്കും ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതങ്ങളെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചാകുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലായ്മയാകുന്ന, നമ്മുടെ വയറെങ്ങനെ നിറയ്ക്കാവുന്നതായിരിക്കും നമ്മുടെ ചിന്ത. നമ്മുടെ വീട് സാമ്പത്തികമായി എങ്ങനെ നിറയ്ക്കാം, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ എങ്ങനെ നിറയ്ക്കാം, എൻ്റെ കുടുംബത്തെ എങ്ങനെ നല്ലതായിട്ട് നോക്കാം, എൻ്റെ പിള്ളേരെ എങ്ങനെ നല്ലതായിട്ട് പഠിപ്പിക്കാം, എങ്ങനെ ശുശ്രൂഷ മുടക്കിയാലും വേണ്ടിയത് എങ്ങനെ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പം ഈ ദിവസങ്ങളൊക്കെ ഇലക്ഷൻ്റെ ദിവസങ്ങളാണല്ലോ. ഒത്തിരി പേര് നിസ്സംഗരായി, ഒത്തിരി പേര് മാനസികമായി ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് ഇലക്ഷന് നിൽക്കാമെന്നൊക്കെ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും കിട്ടിയില്ല. എന്താണ്? അവർക്ക് ജനത്തെ സേവിക്കാനാണോ? എനിക്കറിയില്ല. അങ്ങനെ സേവിക്കുന്നവരുണ്ടായിരിക്കും, സേവിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സേവനം മറ്റുള്ളവരെ ആദായപ്പെടുത്തുന്നു, ക്രിസ്തുവിന് വേണ്ടി സേവനം ചെയ്യുന്ന ശുശ്രൂഷയായി തീരട്ടെ നമ്മുടെ ശുശ്രൂഷ. കണ്ണുകളിലേക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട രതീഷ് അച്ഛൻ നമ്മുടെ കൂട്ടത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.